ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ വില്ലകളിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബഡ്ജറ്റ് വില്ല തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1620 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്ററുമാണ് വരുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. കൂടാതെ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. നല്ല ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചുറ്റുമതിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കബേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗാർഡൻ ഏരിയയും കാർ പോർച്ചിന്റെ ഒരു സൈഡിലായി നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. പ്രീമിയം ഫുൾ ബോഡി ടൈലുകൾ കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻ ലഭിക്കാനായി വലിയ ജനൽപ്പാളികൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ ഒരു വലിയ TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ ആകർഷകമായ രീതിയിലുള്ള മനോഹരമായ ഒരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ അതായത് ഈ വീടിന്റെ TV യൂണിറ്റ് മുഴുവനായി നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. TV യൂണിറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും വരുന്ന ഭാഗം വലിയൊരു ഹോളായി നമുക്ക് കാണാവുന്നതാണ്. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉള്ള സമയത്ത് നമുക്കിതേപോലെ ഫോൾഡ് ചെയ്ത് സൗകര്യപ്രദമാക്കാവുന്നതാണ്. നമുക്കിനി TV യൂണിറ്റ് യഥാസ്ഥലത്താക്കി ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. മനോഹരമായൊരു സീലിംഗ് വർക്ക് ഡൈനിങ് ഏരിയയിൽ നമുക്ക് കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റെയർവേനോട് തൊട്ട് ചേർന്നുകൊണ്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു ലൈറ്റ് മിററൊക്കെ കൊടുത്ത് സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് വെച്ചാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി വരുന്ന ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇൻവെർട്ടർ വെക്കുന്നതിനായിട്ടുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി ഒരു സ്റ്റോറേജ് ബോക്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രേ കളർ ഫിനിഷ് വരുന്ന മൈക്കയാണ് ഇവിടെ കിച്ചൺ കബോർഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് വില്ലയാണെങ്കിലും പ്രീമിയം വില്ലയുടെ ഫിനിഷിങ്ങിൽ തന്നെയാണ് കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള പ്രത്യേകം ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. നമുക്കിനി വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കൊന്ന് പോയി നോക്കാം. ഏകദേശം 10.5 അടി നീളവും 11 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂം ഒരു ഫുള്ളി ഫർണിഷ്ഡ് ബെഡ്റൂം ആക്കിയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. കിങ് സൈസിലുള്ള ഫർണിഷ് ചെയ്തൊരു കോട്ടും അതിനോടൊപ്പം ഒരു മാട്രസും ബിൽഡർ ഇവിടെ കസ്റ്റമർക്കായി നൽകുന്നുണ്ട്. നാല് പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വാർഡ്രോബിനോട് കൂടി നമുക്കിവിടെ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം.
വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലെ ടൈലുകളാണ് സ്റ്റെയർവേയിൽ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസുകളാണ് ഹാൻഡ് റെയിലായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്നതിൻ്റെ മധ്യത്തിലായി ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാം കളറിലുള്ള മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റഡി ടേബിൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് ജോലി ചെയ്യാനുമായി വളരെ ഉപകാരപ്രദമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡായി തന്നെ ഈ ഭാഗത്തും ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ വന്നിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും വരുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വലിയൊരു മിററും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. മനോഹരമായൊരു ചെറിയൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിലും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ മറ്റൊരു ഭാഗത്തായി വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി നമുക്കിവിടെ കാണാം. മനോഹരമായൊരു സീലിംഗ് വർക്ക് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അതിവിശാലമായൊരു വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ബാൽക്കണിയിലായി ഒരു ആട്ടുകട്ടിലൊക്കെ ബിൽഡർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മനോഹരമായൊരു ഏരിയ തന്നെയാണ് ഇത്. ഭംഗിയുള്ള ചെടികളൊക്കെ ഈ ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലുകൾ ടഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയെ പറ്റി ഒന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1620 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. ഒരു പ്രീമിയം ലുക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ ബഡ്ജറ്റ് വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടാതെ ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ ലോൺ സംവിധാനങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മുടെ ദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീടുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.